തന്നെ ഏരിയയുണ്ട് 10 രൂപയുടെ ബിരിയാണി. ഇതുപോലെയാണ് ഇവിടെ 60 രൂപയുടെ ബിരിയാണി. പ്രോൺസ് ബിരിയാണി 60 രൂപയ്ക്കാണ് ഇവിടെ. ഞാനങ്ങനെ 10 രൂപയുടെ ബിരിയാണി എടുത്തു കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം എങ്ങനെ ബിരിയാണി ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാനിപ്പോൾ കേരളം തൊട്ട് കാശ്മീർ വരെ ഫ്രീ ലിഫ്റ്റ് ചോദിച്ചിട്ട് സീരീസിലാണുള്ളത്. അപ്പോൾ എൻ്റെ ഇത് സീരീസിൽ ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദ് നമുക്കറിയാം, ഹൈദരാബാദ് പറഞ്ഞാൽ നമുക്കറിയാം ഫേമസ് ആണ് ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് ടൂറാണ്. ഞാൻ ഈ ഹൈദരാബാദിൽ 10 രൂപയ്ക്ക് ബിരിയാണി കണ്ടു, 30 രൂപയ്ക്ക് ബിരിയാണി കണ്ടു, 120 രൂപയ്ക്ക് ബിരിയാണി കണ്ടു. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ഫുഡ് ബ്ലോഗാണ് നമ്മളിന്ന് ഹൈദരാബാദിൽ നിന്ന് കാണാൻ പോകുന്നത്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം പറയുന്നത് ഹൈദരാബാദ് സെക്കൻഡറാബാദിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും ഒരു ഫുഡ് ബ്ലോഗായിരിക്കും. ഈ സെക്കൻഡറാബാദിലുള്ള ബിരിയാണിയും ഈ കട, ഓരോ സ്ട്രീറ്റ് കടയിലുള്ള ഓരോ ഫുഡും എത്ര ചീപ്പാണ് നമ്മുടെ കേരളത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഫുഡ്, അതൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് 10 രൂപയുടെ ബിരിയാണി, 30 രൂപയുടെ ബിരിയാണി, 60 രൂപയുടെ ബിരിയാണി, ഈ 3 ബിരിയാണി കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും 10 രൂപയുടെയും 30 രൂപയുടെ ബിരിയാണി എന്തായാലും ഞാൻ കഴിച്ചിരിക്കുന്നു. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ട കടേനെ ഇവിടെ എഴുതിയിരിക്കുന്നത് എനി ടിഫൻ 20 രൂപ. ഇവിടെ എന്ത് ടിഫൻ വാങ്ങിച്ചാലും 20 രൂപ ആണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ, ഇപ്പോൾ വൈകുന്നേരമാണ്, രാവിലെ ആണെങ്കിൽ ഇവിടെ പൂരിയും ദോശയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ രാവിലത്തെ നമ്മുടെ കടി പ്രകാരം മാത്രമേ ഉള്ളൂ ഇവിടെ. എനി ടിഫൻ 20 രൂപ. ആ കണ്ട 20 രൂപ കണ്ട. ഏത് ടിഫൻ എടുത്താലും 20 രൂപ. അവരുടെ ബോർഡ് അതാണ്, കണ്ടില്ലേ. ഇവിടെ ടെമ്പർ ഗ്ലാസ് ഒക്കെ കണ്ടില്ലേ, ഒരു 49 രൂപ, 50 രൂപയേ ഉള്ളൂ ടെമ്പർ ഗ്ലാസ്. നമ്മുടെ അവിടെയൊക്കെ 200 രൂപ 300 രൂപ കുറഞ്ഞ ടെമ്പർ ഗ്ലാസ് കിട്ടില്ല. പക്ഷേ ഈ സ്ട്രീറ്റിൽ കണ്ടില്ലേ 49 രൂപയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ടെമ്പർ ഗ്ലാസ്സിന്. സ്ട്രീറ്റിൽ തന്നെ നിറയെ തുണിക്കടയുണ്ട്. നമുക്ക് 99 രൂപയ്ക്ക് 99 രൂപയ്ക്ക് ഡ്രസ്സ്, അത് ഒരു പെൺകുട്ടികളുടെ ഡ്രസ്സാണ്. അതുപോലെ എല്ലാം കിട്ടും. കണ്ട ചെരുപ്പ്, വാച്ച് എല്ലാം 100 രൂപ 200 രൂപ അങ്ങനത്തെ ഫിക്സഡ് റേറ്റിൽ. മൊബൈൽ ഐറ്റംസ് ഫുള്ള്, പിന്നെ ബ്രാൻഡ് ജോക്കി ഒക്കെ ഇവിടെ ലോക്കലായിട്ടും കിട്ടുന്നുണ്ട്. ഒരു കട മാത്രമല്ല കേട്ടോ ഇവിടെ ടെമ്പർ ഗ്ലാസ് 49 രൂപയ്ക്ക് വിളിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ ഈ ഒരു വലിയൊരു മൊബൈൽ കടയും ടെമ്പർ ഗ്ലാസ് 49 രൂപയ്ക്കാണ്. പിന്നെ ഷർട്ട്, ചെരുപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 10 രൂപയുടെ ബിരിയാണി സ്ഥലത്ത് എത്തിയിട്ടാ. ഇതുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് 10 രൂപയ്ക്ക് വെജ് ബിരിയാണി എന്നാണ്. ഭയ്യ 10 രൂപ में വെജ് ബിരിയാണി മിലേगा? കണ്ടോ 10 രൂപയ്ക്ക് ബിരിയാണി കഴിക്കാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 10 രൂപ 10 രൂപയുടെ ബിരിയാണി വെക്കുക കേട്ടോ അവർ. ഞാനങ്ങനെ 10 രൂപയുടെ ബിരിയാണി എടുത്തു കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം എങ്ങനെ ബിരിയാണി ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ 10 രൂപയ്ക്ക് ബിരിയാണി വാങ്ങിച്ചു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടോ. 10 രൂപ പറഞ്ഞിട്ട് കുറവൊന്നുമില്ല, നന്നായിട്ടുണ്ട്. നല്ല നിറയെ ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ്. നമ്മുടെ 10 രൂപയുടെ ബിരിയാണി വിചാരിച്ച പോലെയല്ല. ഞാൻ വിചാരിച്ചു ടേസ്റ്റ് ഒന്നും നന്നായിട്ടുണ്ടാവില്ല, പക്ഷേ സൂപ്പറായിട്ട് കേട്ടോ. ശരിക്കും ഞാൻ നുണ പറയില്ല, നല്ല അടിപൊളിയായിട്ട് ബിരിയാണി കഴിക്കാൻ. അതും പോരാണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് കണ്ടില്ലേ റൈസൊക്കെ മറ്റേ ഹൈദരാബാദ് ബിരിയാണിയുടെ റൈസ് തന്നെയാണ്. പിന്നെ നിറയെ ഉണ്ട് കണ്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി അല്ല, ഇത് വെജ് ബിരിയാണി കാരണം ഉരുളക്കിഴങ്ങാണ് കിട്ടിയിരിക്കുന്നത്. നല്ല മസാലയൊക്കെ ആക്കി സൂപ്പറായിട്ടുണ്ട്. ഞാൻ ബിരിയാണി കഴിച്ചു കേട്ടോ. ഇനി ഞാൻ കാശ് കൊടുക്കണതാണ്. അത് എൻ്റെ കയ്യിൽ 10 രൂപയാണ് കണ്ടോ. ഇനി നിങ്ങൾ വിചാരിക്കും ഞാൻ നുണ പറയണ വീഡിയോ എടുക്കാൻ വേണ്ടി 10 രൂപ ഞാൻ കൊടുക്കണ കാണിച്ചു തരാം കേട്ടോ. ഭയ്യ 10 രൂപ 10 है ना? മാങ്ങ ജ്യൂസ് 20 രൂപ. ഇങ്ങനെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ ഈ കടയിൽ. അടുത്ത ബിരിയാണി കട കാണിച്ചു കേട്ടോ. കണ്ട അവിടെയും 10 രൂപയ്ക്ക് ബിരിയാണി കിട്ടും, 60 രൂപയ്ക്ക് ബിരിയാണി കിട്ടും.
കണ്ടോ. അപ്പോൾ നമുക്ക് ഇനി 60 രൂപ ബിരിയാണി ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഹോട്ടൽ തന്നെ ഏരിയയുണ്ട് 10 രൂപ ബിരിയാണി. ഇതും പോരാണ്ട് ഇവിടെ 60 രൂപ ബിരിയാണി. പ്രോൺസ് ബിരിയാണി 60 രൂപയ്ക്കാണ് ഇവിടെ. പക്ഷേ നിങ്ങളിവിടെ ബിരിയാണി വാങ്ങാൻ വെച്ചാൽ ഇവിടെ ടോക്കൺ ഇടണം കേട്ടോ. ഈ ടോക്കൺ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തരും. എത്ര രൂപ, ഇപ്പോൾ 10 രൂപയ്ക്കായാലും 60 രൂപയ്ക്കായാലും ടോക്കൺ തരും. ആ ടോക്കൺ എടുത്തിട്ടാണ് ബിരിയാണി തരുന്നത്. ഇപ്പം ഞാൻ ആ നിങ്ങൾ കാണുന്ന കടയിൽ നിന്ന് ഞാൻ ഒരു 60 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. ഇതിൽ എത്ര ചിക്കൻ പീസ് ഉണ്ട്, നിറയെ ചിക്കൻ പീസൊക്കെ ഉണ്ട്. പക്ഷേ ആ കണ്ട ബിരിയാണി 10 രൂപയ്ക്ക് കൊടുക്കുന്ന ബിരിയാണിയും ഈ ബിരിയാണി നല്ല വ്യത്യാസമുണ്ട്. ഇത് വലിയ വലിയ ബാസ്മതി റൈസാണ്. ശരിക്കും ഈ വെജ് ബിരിയാണി ചിക്കൻ ബിരിയാണിയിൽ 60 രൂപ ചിക്കൻ ബിരിയാണിയിൽ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാവും. പക്ഷേ ചിക്കൻ പറയുന്നത് ചെറിയ ചെറിയ പീസായിരിക്കും. പക്ഷേ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടും. സ്പൂൺ ഉള്ളിൽ വരെ പോകുന്നത് കൊണ്ടാണ്. ഈ ചിക്കൻ ബിരിയാണി പറയുന്നത് ശരിക്കും നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി കഴിക്കുന്ന പോലെ ഉണ്ട്. ആ ഹൈദരാബാദിൽ അതേ ടേസ്റ്റ് തന്നെ. പക്ഷേ ഈ 10 രൂപയുടെ ബിരിയാണി പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ കുറേ മസാലയാണ് 10 രൂപയുടെ ബിരിയാണിയിൽ. ചിക്കൻ ഇല്ലല്ലോ, അതുകാരണം നിറയെ മസാലയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെജിറ്റബിൾ ബിരിയാണി കഴിക്കുക. അത് 10 പ്രാവശ്യം 60 പ്രാവശ്യം വാങ്ങിച്ചാൽ ഇതിനേക്കാളും നിറയെ ക്വാണ്ടിറ്റി ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ വെജ് ബിരിയാണി പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി പറഞ്ഞാൽ അത്ര നിറയെ ക്വാണ്ടിറ്റി നമുക്ക് കാണില്ല. ഈ അവരൊരു ഡബ്ബാണ് പറഞ്ഞത്, ആ ഡബ്ബയിൽ അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും. പക്ഷേ ഈ 10 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് നിറയെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സ്ട്രീറ്റ് പറയുന്നത് മൊത്തം നമുക്ക് ആവശ്യമുള്ള ബെൽറ്റ് ഇങ്ങനത്തെ നിറയെ കടകളുള്ള സാധനം. അതും പോരാണ്ട് കുറേ ടൂറിസ്റ്റൊക്കെ ഇപ്പോൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്യാൻ വെച്ചാൽ ഇപ്പോൾ ആരാണോ ഇങ്ങനെ ബുക്ക് ചെയ്യുന്നത് അറിയില്ല. പക്ഷേ ട്രെയിനൊക്കെ ബുക്ക് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കുക. പിന്നെ അത് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് പറയാൻ നിങ്ങൾക്ക് എന്തെടുത്താലും 50 രൂപയ്ക്ക് ഇത് കിട്ടും. 50 രൂപ എന്തെടുത്താലും 50 രൂപ. അതേപോലെ തന്നെ ചെറിയ ചെറിയ സ്ട്രീറ്റിൽ തന്നെ ഈ മാങ്ങ പിന്നെ ഈ ഇവിടെ തന്നെ അമ്പലമുണ്ട്. അമ്പലത്തേക്ക് പൂവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണിത്. ഈ സ്ട്രീറ്റ് മൊത്തം ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് ടൂർ ചെയ്യാനുണ്ട്. ഞാൻ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ അധികം ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ നമ്മളവിടുത്തെ നാവൽപ്പഴം. ഈ നോർത്തിൽ പോയാൽ പിന്നെ പാനിപ്പൂരി കട കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതൊരു പാനിപ്പൂരി കടയാണ്. ഇവിടെ എത്ര റേറ്റ് അറിയില്ല, ഞാൻ എന്തായാലും ചോദിക്കാൻ പോകുന്നില്ല. ഫുള്ള് ഇവിടെ എന്ത് വന്നാലും നിങ്ങൾ ഒരു പാനിപ്പൂരി കട കണ്ടില്ല പറഞ്ഞാൽ ഒരു അത്ഭുതം. നോർത്തിൽ വന്നാൽ അവർക്ക് മെയിൻ പാനിപ്പൂരി തന്നെയാണ്. കണ്ടില്ലേ, ഒരു ചെറിയ മീൻ വറുത്ത കടയാണ് കേട്ടോ. ഇവിടെ മീൻ വറുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് കണ്ടില്ലേ, മീനിൻ്റെ തല, അതുപോലെ തന്നെ പാർട്സ്, നമ്മുടെ സിലോപ്പിയാണിത്. അതുപോലെ തന്നെ ഇവിടെ മീൻ. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളപ്പോൾ കസ്റ്റമർക്ക് ചോദിച്ചിട്ട് വറുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ कैसे 40 റുപ്പീസ്, 40 രൂപയാണ് പറയുന്നത് അവർ. ഇത് അപ്പോൾ ഇപ്പോൾ ഈ ഏരിയയിലെ സ്ട്രീറ്റിൽ കാണുന്നത്. അതും പോരാണ്ട് ഇത് ഈ ബിരിയാണി തന്നെ 90 റുപ്പീസ് കണ്ടോ. ഇത് ഹൈദരാബാദി ബിരിയാണി 90 റുപ്പീസ്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും തോന്നുന്നു കേട്ടോ. ഇപ്പോൾ വെയിൽ സീസണാണ്. അപ്പോൾ നമ്മളവിടെ മഴ ചെയ്യുമ്പോൾ ഇവിടെ വെയിൽ സീസണാണ്. അപ്പോൾ ഇവിടെ നിറയെ മാങ്ങകൾ കണ്ട 1 കിലോ 50 രൂപ. ഇപ്പം നിറയെ മാങ്ങകൾ ഈ ഏരിയയിൽ നമുക്ക് കാണാം കേട്ടോ. അവിടെ തൊട്ട് അതുവരെ വിൽക്കുന്നുണ്ട് മാങ്ങകൾ. ഇവിടെ കണ്ട ഫ്രഷ് മാങ്ങകളാണ് കണ്ട. ക്യാ മാങ്ങ കോൺസ വെറൈറ്റി ബാദാമി പറഞ്ഞൊരു മാങ്ങയുണ്ട്. ഞാൻ കേട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. ഇത് ഈ മാങ്ങ പറയുന്ന ബാദാമി പറയുന്ന മാങ്ങ ഉണ്ടോ. ശരിക്കും ഇതിൽ മാങ്ങയുടെ അണ്ടി കുറച്ചായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മൂവാണ്ട മാങ്ങയുടെയൊക്കെ അതേ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ മൂവാണ്ട മാങ്ങയുടെ വലിയ ടേസ്റ്റ് കണ്ടില്ലേ. ഇവിടെ എനി ടിഫിൻ 30 രൂപ. ഏത് ടിഫിൻ എടുത്താലും 30 രൂപ. ഇഡ്ഡലി, ദാൽ റൈസ്, 2 ചപ്പാത്തി, വെജ് ഫ്രൈ റൈസ്, വെജ് നൂഡിൽസ്, ഇതെല്ലാം 30 രൂപ കേട്ടോ. ഇനി മാറുന്നത്ര ചിലപ്പോൾ 50 രൂപ 40 രൂപ. ഇപ്പോൾ ഇവിടെ വിൽക്കുന്നുണ്ട് നമ്മുടെ അവിടുത്തെ കടികളാണ്. വട, അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ സാധനം, പൂരി, സമോസ. ഈ ഏരിയ മാറുമ്പോൾ എത്ര ഇവിടെ ഈ ഫുഡ് മാറും കേട്ടോ. കുറച്ച് നീളം സ്റ്റേഷൻ്റെ അടുത്തടുത്ത് വരുന്നുകൊണ്ടിരിക്കുമ്പോൾ വില കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊന്നും ആൾക്കാർ ആരും ഉണ്ടാവില്ല ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. പക്ഷേ ഇപ്പോഴും നിറയെ ആൾക്കാരുണ്ട് ഈ ഏരിയയിൽ ടിക്കറ്റ് വന്ന് ബുക്ക് ചെയ്യുന്നത്. ഇന്ന് ശരിക്കും സൺഡേ ആണ്. അത് കാരണം ഇവിടെ സ്ട്രീറ്റ് ഫുഡിൻ്റെ കടകൾ മൊത്തം കുറച്ച് കമ്മിയാണ്. പക്ഷേ സൺഡേ എല്ലാത്ത ദിവസമൊക്കെ ഇവിടെ നിറയെ സ്ട്രീറ്റ് ഫുഡിൻ്റെ കടകളായിരിക്കും. തണ്ണിമത്തനം ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. തണ്ണിമത്തം മുറിച്ച് ഒരു ചെറിയ പ്ലേറ്റിലാക്കിയിട്ട് തണ്ണിമത്തനം വെക്കുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇവിടെ ഇപ്പോൾ ചൂട് കാലമാണ്. അത് കാരണമാണ് ഇത്രയും ഇത്. ഇവിടെ സോഡ കൊടുക്കണതാണ് കേട്ടോ. നാരങ്ങ സോഡ കൊടുക്കുകയാണ്. അവർ ഉപയോഗിക്കുന്ന ഗ്യാസ് കണ്ടില്ല, നമ്മുടെ അവിടുത്തെ പോലെ കുപ്പിയിൽ പൊട്ടിച്ച് ഒഴിക്കുകയില്ല. ഇവിടെ ഒരു സോഡ മേക്കറുണ്ട്. ഈ സോഡ മേക്കറിലെ കൂടെ ബോട്ടിൽ വെച്ച് നാരങ്ങ നിറച്ചിട്ട് പിന്നെ അവർ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അത് കണ്ടില്ലേ.
സോഡ മേക്കറിൽ ഇപ്പോൾ അവർ ഫ്രഷായി നടത്തുക, അല്ലാണ്ട് നമ്മുടെ അവിടുത്തെ പോലെ ഫുള്ള് പൊട്ടിച്ച് ആ സമയത്ത് കൊടുക്കില്ല. ഇവർ ഫ്രഷായി ഉണ്ടാക്കിയിട്ട് സോഡ കൊടുക്കുകയാണ്.